അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കാറ്റിനെ അധീനമാക്കി കൊടുത്തു എന്നാണ് ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ച ഒരു പ്രത്യേക അനുഗ്രഹമായിരുന്നു അത്. ആ വാഹനത്തിന്റെ കാറ്റുവാഹനമാണ്. കാറ്റുവാഹനത്തിന്റെ സ്പീഡ് ഖുർആൻ തന്നെ വിവരിക്കുന്നുണ്ട്. ഉദുവുഹ ഷെഹറുൻ വ റവാഹുഹ ഷെഹർ. അതായത് സാധാരണ നിലയിൽ 2 മാസം കൊണ്ട് സഞ്ചരിക്കുന്ന വഴി ഒരു ദിവസം കൊണ്ട് കാറ്റിന്റെ സഹായത്താൽ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. ബഹുമാനപ്പെട്ടവര് ഫലസ്തീനിയാണ്. കാറ്റിന്റെ വാഹനമാണെങ്കിലും ആ വാഹനത്തിൽ തനിക്കും തൻ്റെ പരിവാരങ്ങൾക്കും, അതുപോലെ രാജാവാണല്ലോ, രാജാവിൻ്റെ സാധന സാമഗ്രികൾ, ആയുധങ്ങൾ, അതൊക്കെ അതിൽ കൊണ്ടുപോകാൻ സൗകര്യമുണ്ടായിരുന്നു. രാജാക്കൾ ഉപയോഗിക്കുന്ന തേരോ മറ്റോ ആയിരിക്കാം ആ വാഹനം. ഏതായാലും അതിൽ കയറി ഇരുന്ന് നിർദ്ദേശം നൽകിയാൽ ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് ആ കാറ്റ്, ആ വാഹനം അവരെ കൊണ്ടുപോയി എത്തിക്കും. സുലൈമാൻ നബി അലൈഹിസ്സലാം പാശ്ചാത്യ രാജ്യങ്ങളുമായും അതുപോലെ ഇന്ത്യ മുതലായ പൗരസ്ത്യ രാജ്യങ്ങളുമായും കടൽ മുഖേന കച്ചവട ബന്ധം സ്ഥാപിച്ചതായും അത് വിപുലവും വ്യവസ്ഥാപിതവുമായ നിലയിൽ നടത്തി വന്നിരുന്നതായിട്ടും ചരിത്ര രേഖകളിൽ കാണാം. ആ കാലത്തുണ്ടായിരുന്ന കടൽ വാഹനം പായക്കപ്പലുകളാണ്. കാറ്റിന്റെ സഹായം കൊണ്ടാണല്ലോ അവ സഞ്ചരിക്കുക. അപ്പോൾ ഇത്ര ദൂരദേശങ്ങളുമായി കപ്പൽ ബന്ധം പുലർത്തി പോരുന്നതിൽ ഈ കാറ്റിനെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ കാറ്റുവാഹനത്തിന്റെ സ്പീഡിനെ പറ്റിയും ഖുർആനിൽ സൂചനകളുണ്ട്. ചിലപ്പോൾ വേഗം പോകണം, ചിലപ്പോൾ മെല്ലെ പോകണം. വേഗത്തിൽ പോകാൻ അടിച്ചു വീശുന്ന കാറ്റാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. സ്ലോവിൽ പോകാൻ നേരിയ നിലയിലുള്ള കാറ്റുമാണ് ഉപയോഗിച്ചിരുന്നത്. അതോടുകൂടെ തന്നെ അടിച്ചു വീശുന്ന കാറ്റ് ഉപയോഗിക്കുമ്പോൾ തന്നെ സാധാരണ അങ്ങനത്തെ കാറ്റിൽ സഞ്ചരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാമല്ലോ. അപ്പോൾ അതില്ലാതിരിക്കുവാൻ വേണ്ടി നേരിയ തോതിൽ അടിച്ചു വീശുന്ന കാറ്റിൻ്റെ ഒരനുഭവമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പ്രവാചകരായ സുലൈമാൻ നബിക്ക് അലൈഹിസ്സലാം അള്ളാഹു നൽകിയ ഒരു പ്രത്യേക മുഅ്ജിസത്ത്, അമാനുഷിക ശക്തിയായിരുന്നു അത്. തൻ്റെ ഇഷ്ടം പോലെ സ്പീഡിലും അല്ലാതെയും പെട്ടെന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു അത്ഭുത വാഹനം.